റിയസ് പറഞ്ഞോളൂ, കേൾക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ ഒരു വാഹനം വന്ന്, കൂറ്റൻ ഹിറ്റാച്ചി വാഹനം വന്ന് വൈദ്യുതി ലൈൻ തകർന്നിരിക്കുകയാണ്. ഷോക്ക് ശ്രദ്ധിക്കണം കേട്ടോ. ബാ. ഓക്കെ. ഇവിടെ ഷോക്ക് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അത് നമ്മുടെ തൊട്ടിപ്പുറത്താണ്. കാരണം വൈദ്യുതി പുനഃസ്ഥാപിച്ചതേ ഉള്ളൂ. ഭാഗ്യം കൊണ്ട് മാത്രമാണ് അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ടത്. നമ്മൾ ഇപ്പോൾ മുകളിലേക്ക് നടക്കുകയാണ്. ചൂരൽമലയിൽ നിന്നും നമ്മുടെ വാഹനം നിർത്തിയിരിക്കുന്നത് 3 കിലോമീറ്റർ അകലെയാണ്. അവിടെയൊക്കെ കാൽനടയിൽ സഞ്ചരിച്ചു വേണം എന്നുള്ളതാണ്. ആളുകൾക്ക് മുന്നറിയിപ്പ് കൊടുക്കേണ്ടതുണ്ട്. ചേട്ടാ, ആ ഭാഗത്തേക്ക് പോരുത് കേട്ടോ, ശ്രദ്ധിക്കണം. അപ്പോൾ സ്വാഭാവികമായും ആളുകൾ അങ്ങോട്ടേക്ക് കടന്നു പോകുമ്പോൾ അവിടെ വെള്ളക്കെട്ട് നിറഞ്ഞ പ്രദേശങ്ങളുണ്ട്. അങ്ങനെ പോകുമ്പോൾ ഒരുപക്ഷെ ആർക്കും ഷോക്കേൽക്കാതിരിക്കട്ടെ എന്നുള്ളതാണ്. ആ ഭാഗത്ത് ഇപ്പോൾ ഒരു ഹിറ്റാച്ചി മറ്റൊരു വാഹനത്തിലാണത് കടന്നു വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നത്. അപ്പോഴാണ് വൈദ്യുതി കമ്പിയിൽ മുട്ടി ആ കമ്പി തകരുകയും വൈദ്യുതി പ്രവാഹം ഉണ്ടാവുകയും ചെയ്തത്. ഭാഗ്യം കൊണ്ട് മാത്രം രക്ഷപ്പെട്ടു എന്ന് പറയാം. നമുക്കൊപ്പം തന്നെ മറ്റു ചില മാധ്യമ പ്രവർത്തകരും ഉണ്ടായിരുന്നു. അവരെല്ലാം തന്നെ ഒന്നും ഷോക്കേൽക്കാതെ രക്ഷപ്പെടുകയായിരുന്നു. റോഡിന്റെ ഒരു വശം ചേർന്ന് വരുന്നത് കൊണ്ട് മാത്രമാണ് മറ്റ് അപകടങ്ങളൊന്നും ഇല്ലാതിരുന്നത്. എന്തായാലും ഇന്ന് വൈദ്യുതി പുനഃസ്ഥാപിക്കാനായി എന്നുള്ളത് ചൂരൽമലയെ സംബന്ധിച്ച് ഏറെ ആശ്വാസകരമാണ്. ഇനി അതിനിടെയുള്ള ഷോക്ക് ഒരു അപകടം നടന്നതുകൊണ്ട് നേരത്തെ ചോദിച്ചതിലേക്ക് തന്നെ വരാം.